എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവനന്തപുരത്തുള്ള സിട്രോണിൻ്റെ ഷോറൂമിലാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന് ബസാൾട്ട് എക്സിൻ്റെ വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടുവന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ കൂടെ ആ ഒരു C3യുടെ എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് C3ക്ക് ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന C3യുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ട് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താം. എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ C3 എന്ന് പറഞ്ഞ മോഡല് നമുക്ക് ഏറ്റവും ബേസ് വേരിയൻ്റ് 5,96,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയത്തില്ല, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്നും ഇതുപോലുള്ള ഈ വേർത്ത് ആയിട്ടുള്ള ഒരു വാഹനം ഉണ്ടെന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് C3യുടെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് 5,96,000 രൂപയ്ക്ക് കിട്ടുന്ന വാഹനത്തിൻ്റെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് എക്സിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. 1919 മുതലുള്ള ഒരു ബ്രാൻഡാണ്. അതായത് 106 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. ആൻഡ്രേ സിട്രോൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡിൻ്റെ പേര് സിട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വിശ്വവിഖ്യാതമായിട്ടുള്ള ലോഗോയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഇന്ത്യയിൽ ലൈക്ക് ഇവർ വലിയ അഗ്രസീവായിട്ടൊന്നുമല്ല മാർക്കറ്റ് ചെയ്യുന്നത്. ലൈക്ക് നോർമലി ആൾക്കാർ ഈ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കുന്നത്. പിന്നെ സിട്രോണിൻ്റെ കുറേ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോകത്തിൽ ഈ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട് എഞ്ചിനായിട്ടുള്ള വാഹനങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നത് സിട്രോണാണ്. പിന്നെ റോൾസ് റോയ്സ് അല്ലെങ്കിൽ BMW പോലുള്ള വാഹനങ്ങൾക്ക് തുടക്കകാലങ്ങളിൽ സസ്പെൻഷൻ കൊടുത്തൊരു ബ്രാൻഡാണ്. അതായത് ഹൈഡ്രോ ന്യൂമാറ്റിക് ആയിട്ട് വരുന്ന സസ്പെൻഷൻ. ഇവരിപ്പോഴും ഇവരുടെ വാഹനങ്ങൾക്ക് ഒരു മാജിക് കാർപ്പറ്റ് റൈഡ് എന്നാണ് പറയുന്നത്. ഒരു പറക്കുന്ന പരവതാനി എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പം സിട്രോണിൻ്റെ വാഹനങ്ങൾക്ക് എപ്പോഴും യാത്രാസുഖം ഒത്തിരി കൂടുതലായിരിക്കും. അതിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേൾഡിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബ്രാൻഡും സിട്രോണിൻ്റെ വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈതൃകമുള്ളൊരു കമ്പനിയാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ അധികം ഹ്യൂജ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ റോഡുകളിൽ ഈ വാഹനങ്ങൾ കാണാറില്ല. അപ്പം ഇവർ വളരെ സ്ലോ പേസിലാണ് എവിടെയും വളരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ലൈക്ക് ആൾക്കാരൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായത്തോടു കൂടി തന്നെ കയറി വരാൻ വേണ്ടിയാണ് സിട്രോണിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവർക്ക് 2 പ്ലാന്റുകളുണ്ട്. അതായത് നമ്മുടെ തിരുവള്ളൂർ ഉള്ള പ്ലാന്റിലാണ് ഈ വാഹനങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഗിയർ ബോക്സും അതുപോലെ എഞ്ചിനും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ഹൊസൂരിലുണ്ട്. അപ്പം ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടുകളാണ് അവർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ നമുക്കൊരു 3 R&D സെൻറ്റേഴ്സും ചെന്നൈയിലും കോയമ്പത്തൂരും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം സിട്രോൺ ഉടനെ ഒന്നും ഇന്ത്യ വിട്ട് പോകാനുള്ളൊരു പ്ലാനില്ല. അവർ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്തിരിക്കുകയാണ്. പക്ഷേ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പതിയെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5,96,000 രൂപയായിട്ടുള്ള ഈ വാഹനം പോലും നമ്മളിൽ പലരും അറിയാത്തത്. ഇനി എക്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ കൊണ്ടുവരുന്ന C5 എയർക്രോസ് ആണ്. നമ്മുടെ ഒരു കോവിഡ് കാലഘട്ടത്തായിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും അതിൻ്റെ സസ്പെൻഷനെ കുറിച്ചൊക്കെ നമ്മൾ വാദപരമായി സംസാരിച്ചതാണ്. അതിനുശേഷം വന്നൊരു വാഹനമാണ് C3 എന്ന് പറയുന്നത്. C3 എന്ന് പറഞ്ഞ മോഡൽ, പിന്നെ അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ C3 വരികയുണ്ടായി. അപ്പം അതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പോൾ ബസാൾട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇപ്പോൾ C3യിൽ തന്നെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ, കാരണം സിട്രോണിൻ്റെ വാഹനങ്ങളുടെ ചില പ്രത്യേകത എന്ന് പറയുക അവർ കൂടുതലായിട്ടുള്ള മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിലേ ചെയ്യുന്നത്. അതായത് കൂടുതൽ ഈ പറയുന്ന ഗിമിക്സ് എന്ന് പറയുന്ന വാഹനങ്ങൾ പൊതുവെ കണ്ടുവരാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്തിനനുസരിച്ച് എല്ലാവർക്കും അത്തരം ഫീച്ചേഴ്സൊക്കെ വേണം. അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് C3ക്കകത്ത് മാക്സിമം ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഈ വാഹനത്തിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 സബ്മീറ്ററിനകത്ത് വരുന്നൊരു വാഹനമാണ്. 3981 മില്ലിമീറ്ററാണ്. മിക്ക കാറുകളും നമ്മൾ 3995 ഒക്കെ കാണുന്നത്. അപ്പോൾ അതിലും ചെറുതാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സൈസ് കൂടുതലാണ്, അകത്ത് കുറച്ചുകൂടെ സ്പേസാണ്. കാരണം ഇതിൻ്റെ വീൽ ബേസ് 2540 മില്ലിമീറ്ററാണ്. അതായത് ഒതുങ്ങിയ ഒരു വാഹനമാണ്. പക്ഷേ അകത്ത് സ്പേസിനൊട്ടും കുറവില്ലെന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഈ സിട്രോണിൻ്റെ ലോഗോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് എല്ലാ വാഹനങ്ങൾക്കും സെയിം ഫേസ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇത് മറ്റേ ഗിയറിൻ്റെ ഷിവറോൺസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒരു V ഷേപ്പിലുള്ള ഒരു LED DRLs നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ പ്രൊജക്ടറായിട്ട് വരുന്ന LED ലാംപ്സും അതുപോലെ താഴെയും പ്രൊജക്ടറായിട്ട് വരുന്ന LED ലാംപ്സും ആണ് ഈ വാഹനത്തിനകത്ത്, ലൈക്ക് ഫോഗ് ലാംപ്സും ആണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡാം കാര്യങ്ങളൊക്കെ കാണാം. ഈ വാഹനത്തിനകത്ത് ഒരു 360 ഡിഗ്രി ക്യാമറയുണ്ട്. നമ്മൾ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസിന് മുകളിൽ 26,000 രൂപ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് അവൈലബിൾ ആയിട്ട് 360 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതെല്ലാം അവർ ഫിക്സ് ചെയ്ത് തരും കേട്ടോ. 360 ഡിഗ്രി ക്യാമറയ്ക്ക് എല്ലായിടത്തും ക്യാമറ വേണമല്ലോ, 4 വശത്തും ക്യാമറ വേണം. അതെല്ലാം നമ്മൾക്ക് ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിലൊക്കെ നോക്കുമ്പോൾ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ C3 എന്ന് പറയുന്നത്. ഇനി സൈഡിലേക്ക് വരാം. ഞാൻ ഓൾറെഡി സൈസ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇതിൽ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഒരു ടയറാണ്. ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് വരുന്നത്. സാറിന് ഈ സെഗ്മെൻറ്റിൽ 15 ഇഞ്ച് വീൽസ് ഉള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിലും വീതി കൂടിയ ടയേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 195/65 R15 ആണ് വരുന്നത്. പിന്നെ അതുപോലെ ഒരു ഒക്ട ആയിട്ട് വരുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഒക്ട എന്ന് പറയുമ്പോൾ 8 ആയിട്ടുള്ള സ്പോക്കുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞാൽ ഇതിനും ഒരു മാജിക് കാർപ്പറ്റ് സസ്പെൻഷനാണ്. മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടും കോയിൽ സ്പ്രിംഗ് ആണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു സിട്രോണിൻ്റെ ഒരു ബാഡ്ജി നമുക്ക് വേണം. മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഓട്ടോ ഫോൾഡബിൾ, ഓട്ടോ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന മിറേഴ്സാണ്. 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ 360 ഡിഗ്രിയുടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതും ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൂ കളറാണ്. നമുക്ക് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. 2 ഡ്യുവൽ ടോൺ കളേഴ്സും നമുക്കുണ്ട്. അപ്പം ഇത് പക്ഷേ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക്, ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡോർ ഹാൻഡിൽസിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോർമലായിട്ട് വരുന്ന ഒരു കീ ഫോബ് നമുക്ക് കാണാം. അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, കയറുന്ന സമയത്ത് കാണിക്കും. പക്ഷേ ഇതിൻ്റെ കീസ് എന്ന് പറഞ്ഞാൽ പാസീവായിട്ടുള്ള സെൻസ് ചെയ്യുന്ന കീസാണ്. നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ വാഹനം അൺലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ മാറുന്ന സമയത്ത് ലോക്ക് ചെയ്യുന്നത് കാണുന്നത്. ആ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എ പില്ലറും ബി പില്ലറും കാണാം. മുകളിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ ഒരു റൂഫ് റെയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ആക്ച്വലി ഇതിന് പല വേരിയൻസ് ഉണ്ട്. ഇതിനകത്ത് ഷൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻറ്റിലാണ് ഇപ്പോൾ എക്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്ക് സെറ്റ് വീൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അവിടെ ഡ്രം ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് വരുന്ന സസ്പെൻഷനാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3D ആയിട്ട് വരുന്ന LED ടെയിൽ ലാംപ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. നിയർലി ഇതേ ഷേപ്പ് തന്നെയാണ് മിക്ക ഇവരുടെ വാഹനങ്ങൾക്കും എന്ന് നമുക്ക് എടുത്ത് പറയാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഷാർക്ക് ഫിനാനെ അല്ല വരുന്നത്. ഇതിനകത്ത് നോർമൽ ആയിട്ടുള്ളൊരു ആൻറ്റിനെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു വാഷർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു വൈപ്പറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ആൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്താണ് വരുന്നത് കേട്ടോ. 5,96,000 എന്ന് പറയുന്ന ബേസ് വേരിയൻ്റ്. അതിനകത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഇല്ല. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരാം. പിന്നെ ഇവിടെ സിട്രോണിൻ്റെ ലോഗോ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഉണ്ടാവും C3Xൻ്റെ ബാഡ്ജിങ്. ഇത് ഈ ഒരു ബാഡ്ജിങ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റുള്ള പ്രത്യേകതകളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനത്തിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ്. 315 ലിറ്റർ നമുക്ക് ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് കിട്ടും. ഓക്കെ, വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബൂട്ട് സ്പേസ് കണ്ടുകൊണ്ട് പറയുകയാണ് ഇതിനൊരു CNG വേരിയൻ്റ് ഉണ്ട് കേട്ടോ. ഇത് നോർമലി ഒരു പെട്രോൾ വെഹിക്കിളാണ്. പക്ഷേ ഇതിനൊരു CNG വേരിയൻ്റ് ഉണ്ട്. 28 കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് കിട്ടും. ടൊമാറ്റോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ വാഹനം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ബാക്കിൽ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രി ഒരു ക്യാമറ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ബാക്ക് വശത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കിനെ കുറിച്ച് പറയാം. നോർമലി നേരത്തെ ഉണ്ടായിരുന്ന 35 ലിറ്ററിൻ്റെ ടാങ്ക് ആണെങ്കിൽ പുതുതായിട്ട് വന്ന C3യിലേക്ക് വരുമ്പം 45 ലിറ്റേഴ്സിൻ്റെ ടാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് എൻ്റെ മൈലേജ് കാര്യങ്ങൾ പറയാം. നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഒരു എക്സ് വേരിയൻറ്റിൽ വന്നത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു കുറച്ചുകൂടെ ഇതൊരു ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഷൈനിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് പാർട്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ഡീസൻ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 വിൻഡോയും പവർ വിൻഡോസ് ആണ്. അതുപോലെ നമുക്ക് ഡോർ അൺലോക്ക് ഒക്കെ ഹാൻഡിലിംഗ് ഒക്കെ നമ്മുടെ കാണാം. 4 സ്പീക്കേഴ്സാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് സീറ്റ്സ് തന്നെയാണ്. ഇവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക് ആയിട്ട് വരുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് സിട്രോണിൻ്റെ ഒരു ശരിക്കുള്ള ഒരു കളർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കളർ തീം എന്ന് പറയുന്നത് ഷോറൂംസിലൊക്കെ പോയാലും ഒരു ഓറഞ്ച് യെല്ലോ ആ ഒരു കളേഴ്സിൻ്റെ തീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എൻറ്റയർലി ഷോറൂമിലും ഇവർ വണ്ടിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. വെന്റിലേഷൻ ഒന്നും ഇല്ല. നോർമലി വരുന്ന സീറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. സിട്രോണിന് തനതായിട്ടുള്ള ആ സ്റ്റിയറിംഗ് ഇവരുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെയിം ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിനകത്തും കൊടുത്തിരിക്കുന്നത്. അഡീഷണൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലിമിറ്ററൊക്കെ ഉള്ള ക്രൂയിസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. അതായത് നമുക്ക് വോയിസ് കൺട്രോളും നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ആ ഒരു സ്റ്റിയറിംഗിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള സ്വിച്ചസിൽ അത് നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് ടച്ച് ആയിട്ട് വരുന്ന ലെതർ മെറ്റീരിയലാണ് ഇവിടെ ക്ലാഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇച്ചിരി ഹാർഡായിട്ട് വരുന്ന പ്ലാസ്റ്റിക്സ് ആണെങ്കിലും ഇവിടെയൊക്കെ ഇച്ചിരി ഒരു പ്രീമിയംസ് കിട്ടാൻ വേണ്ടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ലെതർ ഭാഗങ്ങളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ AC-യുടെ എയർ വെൻസ് ഒക്കെ ആണെങ്കിലും ഡിഫറൻ്റ് ആയിട്ടൊരു ലുക്കാണ്. ശരിക്കും ആനയുടെ ഒരു തുമ്പിക്കയുടെ അറ്റം പോലെയൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കളേർഡായിട്ട് വരുന്ന TFT ആയിട്ട് ഡിസ്പ്ലേ ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുവാണെങ്കിലും അവിടെ ഒരു ചെറിയ സ്ക്രീനായിട്ടാണ് ആ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ AC ആണ്. നമുക്ക് ഫുള്ളി ക്ലൈമറ്റ് കൺട്രോളായിട്ട് വരുന്ന AC ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ നമുക്ക് തൊട്ട് താഴെ വരികയാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ്. അത് 12 വോൾട്ടേ ചാർജിനാണ്. വയർലെസ് പാക്കുകൾ ഈ വാഹനത്തിനകത്ത് വന്നിട്ടില്ല. പക്ഷേ അത് അഡീഷണലി എന്തോ പാക്ക് വെച്ച് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാം. ഇതൊരു 6 സ്പീഡ് 80 ട്രാൻസ്മിഷനാണ് കേട്ടോ. CVT ആണ് വരുന്ന ട്രാൻസ്മിഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിന് തന്നെ നമുക്കൊരു മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്. അതുപോലെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയാം. നമുക്കൊരു ടർബോയും അതുപോലെ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്ലോ ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡീമിംഗ് ആയിട്ട് വരുന്ന IRVM ആണ്. ഈ വാഹനത്തിനകത്ത് ഓട്ടോ ഡീമിംഗ് ആയിട്ട് IRVM വരുന്നുണ്ട്. നേരത്തെ ഉള്ള വാഹനത്തിനകത്ത് സാധാരണ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. 2 സൺവൈസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാൻറ്റി മിറേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫോൺ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ആപ്പിൾ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും നമുക്ക് വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിനകത്തൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ അഭാവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ആംബ്രസ്റ്റ് ഒന്നും ഈ വാഹനത്തിനകത്ത് വരുന്നില്ല കേട്ടോ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നൊരു വാഹനമായതുകൊണ്ട് ആംബ്രസ്റ്റ് ഒന്നും ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ വെക്കേണ്ടി വരും. പിന്നെ ഇവിടെ നമുക്കൊരു ലൈക്ക് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഈ വാഹനത്തിന് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു കൺസോളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ലെഗ് റൂം ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഡ്രൈവറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗിൽ വാഹനത്തിന് 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. ലൈക്ക് ഗ്ലോബൽ എൻക്യാപ്പ് അല്ല, ഭാരത് എൻക്യാപ്പിൽ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ചൈൽഡിനും അഡൽറ്റിനും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ABS EVD ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ 6 എയർ ബാഗുകൾ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനിയിപ്പം സെക്കൻഡ് റോയിലേക്ക് ഒന്ന് പോകാം. സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം ലെഗ് സ്പേസ് കിട്ടുന്നത് നോക്കേണ്ടത്. ഇതിനകത്ത് 2540 മില്ലിമീറ്ററാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ സീറ്റ് ഞാൻ ഒത്തിരി ഇറക്കിയിട്ടിരിക്കുകയാണ്. സീറ്റ് ഒത്തിരി കണ്ടോ, ബാക്കിലെ സീറ്റ് ഇത്രയും ചെരിച്ചിട്ടിട്ട് പോലും നമുക്ക് ലൈക്ക് ഷൂട്ടിങ്ങിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി അങ്ങനെ ഇട്ടതാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് റൂം ഈ വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലൈക്ക് അതുപോലെ ഹെഡ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം ഞാൻ 170 സെൻറ്റിമീറ്ററാണ്. എനിക്ക് അത്യാവശ്യം ഹെഡ് റൂം ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഗ്രാബ് റെയിൽസ് രണ്ടിടത്തും നമുക്കുണ്ട്. അതുപോലെ നമുക്ക് ഫിക്സഡ് ആയിട്ട് വരുന്ന ഹെഡ് റെസ്റ്റുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല, സീറ്റിനോട് ചേർന്ന് വെച്ചിരിക്കുകയാണ്. 2 പേർക്കുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സാധാരണ മിക്ക കാറുകളിനകത്തൊക്കെ ഒരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അത്തരം ആംറസ്റ്റുകൾ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും വരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് ഒരു വലിയ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഫീച്ചർ റിച്ച് ആയിട്ട് ഈ സാധനം മാറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി വാഹനത്തിൻ്റെ എൻജിൻ സൈഡും അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു കൊച്ചു വണ്ടിയാണെങ്കിലും ഇതിന് ബാക്ക് ചെയ്തിരിക്കുന്ന എൻജിൻ കുറച്ച് വലുപ്പമുള്ള എൻജിനാണ്. 1.1 ലിറ്റർ പെട്രോളാണ് കേട്ടോ എൻജിൻ വരുന്നത്. അപ്പം അത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിരിക്കും ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് വരികയാണെങ്കിൽ. കാരണം ബസാൾട്ടിനും സെയിം എഞ്ചിനാണ് വരുന്നത്, പ്യൂർടെക്കാണ് വരുന്നത്. ലൈക്ക് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് ട്രാൻസ്മിഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത് 110 PS-ഉം 205 Nm ടോർക്കും നമുക്ക് ഡെലിവറബിളായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലൈക്ക് മാനുവൽ ഓപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 110 PS നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 Nm ടോർക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആദ്യം പറയുന്നത് ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനകത്ത് 82 PS അതിൽ 115 Nm ടോർക്ക് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഒരു ശരാശരി മൈലേജ് എന്ന് പറയുന്നത് 19.2 വാഹനത്തിനകത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് മാനുവലിലേക്ക് വരുമ്പോൾ 20+ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിൻ്റെ ഒരു കസ്റ്റമർ ഫീഡ്ബാക്സ് ഒക്കെ ആൾക്കാർ കൂടുതലായിട്ട് പറയുന്നത് പറഞ്ഞാൽ അറൗണ്ട് ലോങ് ഒക്കെ പോകുമ്പോൾ 20 തന്നെ കിട്ടുമെന്ന് പറയുന്നത്. അപ്പം സിറ്റിയിലേക്ക് വരുമ്പോൾ 15, 16, 17 ആ ലെവലിൽ നമ്മൾ ഓടിക്കുന്ന ഒരു രീതി അനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ. പിന്നെ വാറണ്ടി ഫിഗേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം 1 ലക്ഷം കിലോമീറ്ററാണ് വാറണ്ടി എന്ന് പറയുന്നത്. 7 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡബിൾ ആണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ലൈക്ക് ഇത് നമുക്ക് ഇവരുടെ ഡീലർഷിപ്പ് ലാമേസൺ സിട്രോൺ ആണ്. നമുക്ക് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യാനുള്ള സർവീസിങ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് തിരക്കാണെന്ന് നമ്മുടെ വീട്ടിൽ വന്ന് വാഹനം അവർ സർവീസ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 11,20,000 രൂപയാണ് ഓൺ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഓൾറെഡി ഇടയ്ക്ക് 3-4 വേരിയൻസ് ഉണ്ട്, പലതിനും പല ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഒരിക്കലും പറയുകയാണ് 5,96,000 രൂപ മുതൽ 11,20,000 രൂപ വരെ വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വണ്ടിയാണ് സിട്രോണിൻ്റെ C3 എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധയിലേക്ക് വരട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ എഴുതുക. പുതിയൊരു വീഡിയോ കണ്ടുവിട്ടാൽ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബിൻ ഷോ.